പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് പറയാം. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. ഇത് പറയുന്ന യേശുവിനെ കുറിച്ചാണ്. ഗവൺമെന്റ് യേശു ക്രിസ്തുവിന്റെ തോളിൽ ഇരിക്കും എന്ന ആ പ്രോഫസി ഇതുവരെ ഫുൾഫിൽ ആയിട്ടില്ല. അതിനി വരാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ അതിനു മുമ്പ് നമുക്ക് ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഈ പ്രോഫസികളെല്ലാം നടന്നതാണ്. ഇതിൽ ചിലത് ഇപ്പോഴും നടന്നുവെങ്കിലും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. Just to give a quick recap, the second part of this prophecy, that is, and the government will rest on his shoulders, that part of the prophecy has not yet been fulfilled. It will be fulfilled in the future. But the rest of the prophecy, that is, a child will be born to us, a son will be given to us, and his name will be called Wonderful Counselor, Mighty God, Eternal Father, Prince of Peace. All of these are fulfilled, and some of this fulfillment is coming to its conclusion as well. ഇനി വീരനാം ദൈവം എന്ന പാർട്ട് പലപ്പോഴും പല കൺഫ്യൂഷനും ഉണ്ടാക്കുന്നത്. ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ബൈബിളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തയില് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. സത്യമാണ്, അത്യുന്നതനായ ദൈവം ഒരേ ഒരാളെ. എന്നാൽ ദൈവങ്ങൾ എന്ന കാറ്റഗറിയിലുള്ള ധാരാളം പേരുണ്ട്. അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അപ്പോ ദൈവങ്ങളുടെ മധ്യേ അത്യുന്നതനായ ദൈവം ഒരാളെ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ, ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പകരം ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് പറയുന്നത് പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ഈ ബൈബിളിലെ ഈ അറിവില്ലായ്മ എടുത്തിട്ട് സ്വർഗസ്ഥ പിതാവിനെ റീപ്ലേസ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ഈ അറിവില്ലായ്മ ഉപയോഗിച്ചു. ബൈബിൾ പറയുന്നു, ദൈവങ്ങൾ എന്ന് പേരുള്ളവർ സ്വർഗത്തിലും ഭൂമിയിലും ധാരാളം പേരുണ്ട്. എന്നാൽ അവരുടെ മധ്യേ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ വിഷയമില്ലായിരുന്നു. കാരണം അങ്ങനെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ ചോദിക്കും. ദൈവവചനം പറയുന്നു ഈ അറിവ് എല്ലാവർക്കും ഇല്ല, അതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചേ തീരൂ. Dear brothers, I hope you have understood why Jesus is called mighty. As far as the second part of that description, that is God, the reason Jesus is called is because he is in the category of God, but he is still not the most high God. So this is a confusion that is there because as Bible says, although there are many who are called God, we have only one God, that is our Heavenly Father. So our Heavenly Father is the most high God, and it is because of this that Satan has used it to get rid of the Heavenly Father using this word. So dear brothers, some may ask why are we teaching this, but this is because this confusion exists, wherein there are Jesus belongs to the category of God, but only the Heavenly Father is the most high God. Because of this confusion exists, that we are having to teach this. എന്തിനാ ഇങ്ങനെ ഫോൺ ചെയ്ത് ഇങ്ങ് വന്നിട്ട് വീണ്ടും തിരിച്ച് ഫോൺ ചേഞ്ച് ചെയ്ത് ദൈവപുത്രനായ ശക്തിയോടെ നിർണയിക്കപ്പെട്ടത്? എന്റെ മക്കളെ തിരിച്ചറിയേ, ജാതികൾ അവരുടെ ദൈവത്തെ ആരാധിക്കുന്ന പോലെ വിഗ്രഹ പരിചയം ഹേതുവായിട്ട് പോകല്ലേ. ഇന്ന് മനുഷ്യന്റെ ഫോമിലുള്ള നമ്മളെ, ജഡരൂപത്തിലുള്ള നമ്മളെ അവിടെ നിന്ന് മാറ്റി, ജഡരൂപത്തിലുള്ള നമ്മളുടെ ഫോം ചേഞ്ച് ചെയ്യണം. നമ്മളുടെയും ഫോം ചേഞ്ച് ചെയ്ത് നമ്മളെ ദൈവത്തിന്റെ ഫോമിലേക്ക് നമ്മളെയും മാറ്റണം. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ ഫോമിലുള്ള ദൈവപുത്രൻ മനുഷ്യന്റെ ഫോമിലേക്ക് വന്നത്, ജഡത്തിന്റെ ഫോമിലേക്ക് വന്നത്, വചനം ജഡമായത്. എന്തിനാണ്? ജഡത്തിന്റെ ഫോമിലുള്ള നമ്മളെ ദൈവത്തിന്റെ ഫോമിലേക്ക് മാറ്റാൻ. സോ പ്ലീസ് റെഡി ടു ചേഞ്ച് യുവർ ഫോം. Why did Jesus do this transformation, first from the form of God, then into the form of man, and then after resurrection he was declared the Son of God with power by the resurrection from the dead and went back to the form of God? The reason for that is that he wants us also to change our form. He wants to change our form, which is currently in the form of flesh, into the form of Son of God. And in order to do that, he being in the form of God, the Son of God being in the form of God, transformed himself and made into the form of flesh. The word became flesh, as it is written, so that he can change us as well
from this form of flesh into the form of Son of God. ഇപ്പൊ നിങ്ങൾ പറയണം അത് ഞങ്ങൾക്കൊന്ന് ഉറപ്പിക്കണമല്ലോ, ക്രൈസ്റ്റിന്റെ കാറ്റഗറിയിലേക്ക് ഞങ്ങൾ മാറുമെന്ന് ഉറപ്പിക്കും. ക്രൈസ്റ്റ് ഗോഡ്സ് കാറ്റഗറിയാണ്. അങ്ങനെ വല്ല വചനമുണ്ടോ ബ്രദറെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുൻ നിയമനം തന്നെ ക്രിസ്തുവിന്റെ കാറ്റഗറി. ഇതാണ് റോമ 8:29 പറയുന്നത്. ദൈവം തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് നാം അവന്റെ ക്രിസ്തുവിന്റെ രൂപത്തിലേക്ക് മാറുവാൻ, എന്നോട് കേൾക്കാം, നാം ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് മാറുവാൻ, നാം ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് മാറുവാൻ ദൈവം നമ്മളെ മുൻ നിയമിച്ചു. So, dear brothers, now some of you may ask, is there a biblical verse to support that we will be changed into the category of Christ, which is God's category, and that we see that in Romans 8 verse 29, for those whom he foreknew, he also predestined to become conformed to the image of his Son, so that he would be the firstborn among many brethren. So here I repeat, he predestined us to be conformed to the image of his Son, that is our Lord Jesus Christ. ദൈവം മാറ്റുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി അല്ല, ദൈവം മാറ്റുന്നത് നമ്മുടെ അസ്തിത്വമാണ്. വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുക. പുതിയ സൃഷ്ടിയിലൂടെ ദൈവം മാറ്റുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വ്യക്തിത്വം വികസന പദ്ധതിയല്ല, നമ്മളുടെ അസ്തിത്വം. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ദൈവിക പ്രോഗ്രാമിനോട് പൊരുത്തപ്പെട്ടു പോകാം. Remember, brothers, just to clarify, in this transformation, what God changes is not our personality, but our very nature itself. Remember, this transformation is not a personality, this new creation transformation is not a personality development program from God. It is a transformation of our nature itself. And if we know this, then we will be able to cooperate with God's program much more easily and transform with God's program much more easily. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചവൃതിയിലായിരിക്കുന്ന ഏവരെയും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിൽ എല്ലാവരെയും അറിയിക്കുകയാണ്. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ. നിങ്ങളുടെ ഹൃദയം ദൈവവചനത്തിനായി തുറക്കപ്പെടട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone who is within the reach of this audio-visual medium, especially to those who are in the body of Christ. May the peace of God rule in your hearts, and may your hearts be open to hear the words of God. നാം ദൈവവചനം കേൾക്കുന്നതിന്റെ ഉദ്ദേശം രക്ഷയ്ക്ക് നാം റെഡിയായി തീരുവാനാണ്. ആ രക്ഷയ്ക്ക് വേണ്ടി നാം ജ്ഞാനമുള്ളവരായി മാറുവാൻ വേണ്ടിയാണ്. അല്ലാതെ കുറെ നോട്ട്സ് എടുത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല, നാം നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുവാൻ വേണ്ടിയാണ് എന്ന ഓർമ്മയോടുകൂടി വേണം ദൈവവചനം നാം കേൾക്കുവാൻ, അത് മനസ്സിലാക്കും. The reason we hear the word of God is to prepare us for salvation, so that we will become wise for salvation. It is not just for getting writing down some notes, but to prepare us for salvation. We should all be aware of that when we hear the words. കഴിഞ്ഞ സന്ദേശത്തിൽ നാം ചിന്തിച്ചത് രണ്ട് വചനങ്ങളെ കോർത്തിണക്കിയാണ്. ഒന്ന്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യവും, അപ്പോൾ തന്നെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യവും ചേർത്താണ് നാം ചിന്തിച്ചത്. അതിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ വാക്യം ഞാൻ വായിക്കാം. നമുക്കൊരു ശിശു അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള ഒരു പ്രവചനം. ഏകദേശം യേശു ജനിക്കുന്നതിന് 700-750 വർഷങ്ങൾക്ക് മുൻപ്
യെശയ്യാ പ്രവാചകനിലൂടെ പ്രവചിച്ചതാണ് എന്ന് നാം കേട്ടു. Uh, the sermon for last week involved linking two different verses. One was Isaiah 9:6, and the other was Philippians 2:6. So in Isaiah 9:6, we read that for a child will be born to us, a son will be given to us, and the government will rest on his shoulders, and his name will be called Wonderful Counselor, Mighty God, Eternal Peace, and Prince of Peace, Eternal Father and Prince of Peace. So as we discussed last time, this is a prophecy from Prophet Isaiah, which he gave like 600 years before our Lord Jesus was born, and this is a prophecy about our Lord Jesus. ഈ പ്രൊഫസിയിൽ ചിലത് നിറവേറി എന്ന് നാം കണ്ടു, ചിലത് ഇനിയും നിറവേറാനുണ്ട് എന്ന് നാം കേട്ടു. അത് കേൾക്കാത്തവർ കഴിഞ്ഞ ക്ലാസ്സുകൾ പോയി കേൾക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് യേശയ്യാ 9:6 വചനങ്ങൾ ശരിയായ രീതിയിൽ നാം മനസ്സിലാക്കാത്തത് കൊണ്ട് പല തെറ്റിദ്ധാരണകളും സഭയുടെ ഉള്ളിൽ പിശാചെടുത്തിട്ടു. ഇവൻ ക്രിസ്തുവെ കൊണ്ട് സ്വർഗീയ പിതാവിനെ ഒഴിവാക്കാൻ വരെ ഈ വചനം പിശാച് ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ്? ദൈവ മക്കൾക്ക് ജ്ഞാനമില്ലായിരുന്നു. ഏത് ജ്ഞാനം? ദൈവിക ജ്ഞാനം. ദൈവാത്മാവാണ് ദൈവിക ജ്ഞാനം നമുക്ക് തരുന്നത്. അക്ഷരം നമ്മളെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകും. എന്നാൽ അക്ഷരം എഴുതിയ ആത്മാവ് നമ്മളെ സത്യത്തിൽ വഴി നടത്തും. If you listen the sermon from last week, you will realize that from our discussion we realized that some of this prophecy has already been fulfilled. Some of this prophecy about Jesus, that is, and some are yet to be fulfilled. If you haven't understood that yet, please go back to the sermon and hear it. Remember that this verse has caused quite a bit of confusion among the church. Satan has even used this verse to get rid of the Father using the Son in the church. So be careful that words can cause confusion, but when we receive the word from the Holy Spirit who wrote the word, then all the confusion will be cleared. ഇതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് പറയാം. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. ഇത് പറയുന്ന യേശുവിനെ കുറിച്ചാണ്. ഗവൺമെന്റ് യേശു ക്രിസ്തുവിന്റെ തോളിൽ ഇരിക്കും എന്ന ആ പ്രോഫസി ഇതുവരെ ഫുൾഫിൽ ആയിട്ടില്ല. അതിനി വരാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ അതിനു മുമ്പ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ഈ പ്രോഫസികളെല്ലാം നടന്നതാണ്. ഇതിൽ ചിലത് ഇപ്പോഴും നടന്നുവെങ്കിലും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. Just to give a quick recap, the second part of this prophecy, that is, and the government will rest on his shoulders, that part of the prophecy has not yet been fulfilled. It will be fulfilled in the future. But the rest of the prophecy, that is, a child will be born to us, a son will be given to us, and his name will be called Wonderful Counselor, Mighty God, Eternal Father, Prince of Peace. All of these are fulfilled, and some of this fulfillment is coming to its conclusion as well. ഹല്ലേലൂയ. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിക്കാൻ ഇടയായ പോയിന്റ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ വീരനാം ദൈവം എന്ന് വിളിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ കിടക്കുന്നത്, യേശുവിനെ ദൈവം എന്ന് വിളിക്കുന്നു, അപ്പോൾ തന്നെ അതിന്റെ മുമ്പിൽ ഒരു പ്രിഫിക്സ് കൊടുത്തിരിക്കുന്നു, വീരനാം ദൈവം. ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുക അതിന്റെ മുമ്പിൽ, വീരനാം ദൈവം. അപ്പോ നമ്മൾ ചിന്തിച്ചു, ദൈവം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം യേശുക്രിസ്തുവിന്റെ അസ്തിത്വത്തിൽ യേശുക്രിസ്തു ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ പുറകിൽ വീരൻ എന്ന് പറയുന്നതിന്റെ കാരണം നാം ചിന്തിച്ചു. ശക്തനായ ഒരു വ്യക്തി, യുദ്ധം ജയിച്ചു വരുന്ന ഒരു വ്യക്തി, അലക്സാണ്ടർ ദ ഗ്രേറ്റ്
അപ്പോ അലക്സാണ്ടറുടെ മുമ്പിൽ ഗ്രേറ്റ് ചേർത്തു. കാരണം അദ്ദേഹം ലോകത്തിൽ നല്ലൊരു പങ്ക് രാജ്യങ്ങളെയും വെട്ടിപ്പിടിച്ചു. ഇതേപോലെ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ പിശാചിന്റെ കിങ്ഡത്തെ തകർത്ത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ട്രൈ ബ്രദർ. So last week we had discussed the title for Jesus given here, that is Mighty God, and we had discussed why he is called mighty and why is he called God, and we had discussed that Jesus is called God because he's in the God's category. In category he is God. And then we had discussed why is he called mighty, and we had compared him with like Alexander the Great. Why is Alexander the Great called great? Because he went and conquered much of the known world during his time. In the same way, Jesus is called mighty over here because he was mighty and he is powerful. And in the cross, Jesus conquered over the authorities and rulers of this world, made a public spectacle of them, and made a public spectacle of them, as is written in Colossians chapter 2. And that's why Jesus is called mighty God. ഹല്ലേലൂയ. അതാണ് നമ്മൾ ചിന്തിച്ചത്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി, ശത്രുവിനെ നീക്കി ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. That is in Hebrews chapter 2. So that's what we discussed last time, that he made a public display of, when he disarmed the rulers and authorities, he made a public display of them having triumphed over them through Jesus, and he removed Satan, that is the authority over death, and he delivered everyone who were under the authority of death through his death. ഹല്ലേലൂയ. ഈ വീരനാം ദൈവം എന്ന ആ ട്രാക്ക് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. ഹല്ലേലൂയ. ഇതാണ് 110 സങ്കീർത്തനത്തിൽ പിതാവ് പുത്രനോട് കൽപ്പിക്കുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കെ. അപ്പോ ആ ജയഘോഷയാത്ര ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോ വരെ ഇത് നടക്കും? 110 സങ്കീർത്തനം താഴെ പറയുന്ന ഒരു കാര്യം ഇതാണ്: നിന്റെ സേനാ ദിവസത്തിൽ യുവാക്കളായ മഞ്ഞ് നിനക്ക് വരും. ഹല്ലേലൂയ. ദൈവപുത്രന്മാർ വെളിപ്പെടും. ആ ദൈവപുത്രന്മാർ യേശു ക്രിസ്തുവിന് സ്വർഗീയ പിതാവ് മക്കളാണ്. അങ്ങനെ നമ്മൾ പൂർണ്ണമായി വെളിപ്പെടുന്നത് വരെ ഈ യാത്രയാണ്, വീരനാം ദൈവമായ ക്രിസ്തുവിന്റെ യാത്ര. So this prophecy about Jesus being the mighty God, that track is still running. It has not yet been completed. And as is written in Psalms 110, sit at my right hand until I make your enemies a footstool for your feet. So Jesus is still sitting at the right hand of God. And so till when will this happen? As we can see again in Psalms 110, that this will happen till Jesus' enemies are made a footstool for his feet. And here it is again written, your people will volunteer freely in the day of your power. In holy array from the womb of the dawn, your youth are to you as the dew. So this is written that in the end days, we will be called upon to volunteer for Jesus in his day of war. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ജീസസ് ഇപ്പോഴും ഡ്യൂട്ടിയിലാണ്. ഇതാ യേശു പറഞ്ഞേ, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാനും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ആ പ്രവർത്തി കാൽവരി ക്രൂശിലെ യാഗം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് ഇതാ ഇപ്പോഴും ആ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തണം, നമുക്കും ചേർന്ന് പ്രവർത്തിക്കാം.
Dear brothers, have you understood it? So Jesus, as Jesus said, he's always working, just like his Father, he's working. And even now Jesus is working. He was working before. He came to this world. He was crucified and resurrected as part of his work. And even after resurrection, he is still working so that his work will reach its completion. And dear brothers, let us all work together with Jesus so that the work reaches its completion. Hallelujah. അപ്പോ ആ വീരൻ ഹല്ലേലൂയ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ സന്ദേശത്തിൽ പോയി നിങ്ങൾ കേൾക്കുക. ഇനി വീരനാം ദൈവം, ദൈവം എന്ന പാർട്ട് പലപ്പോഴും പല കൺഫ്യൂഷനും ഉണ്ടാക്കുന്നുണ്ട്. ആ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ബൈബിളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തയില് ഒരേ ഒരു ദൈവമേ ഉള്ളൂ. സത്യമാണ്, അത്യുന്നതനായ ദൈവം ഒരേ ഒരാളേ ഉള്ളൂ. എന്നാൽ ദൈവങ്ങൾ എന്ന കാറ്റഗറിയിലുള്ള ധാരാളം പേരുണ്ട്. അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അപ്പോ ദൈവങ്ങളുടെ മധ്യേ അത്യുന്നതനായ ദൈവം ഒരാളേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ, ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പകരം ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് പറയുന്നത് പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ഈ ബൈബിളിലെ ഈ അറിവില്ലായ്മ എടുത്തിട്ട് സ്വർഗസ്ഥ പിതാവിനെ റീപ്ലേസ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ഈ അറിവില്ലായ്മ ഉപയോഗിച്ചു. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവങ്ങൾ എന്ന് പേരുള്ളവർ സ്വർഗത്തിലും ഭൂമിയിലും ധാരാളം പേരുണ്ട്. എന്നാൽ അവരുടെ മധ്യേ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ വിഷയമില്ലായിരുന്നു. കാരണം അങ്ങനെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ ചോദിക്കും. ദൈവവചനം പറയുന്നു ഈ അറിവ് എല്ലാവർക്കും ഇല്ല, അതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചേ തീരൂ. Dear brothers, I hope you have understood why Jesus is called mighty. As far as the second part of that description, that is God, the reason Jesus is called is because he's in the category of God, but he's still not the Most High God. So this is a confusion that is there because as Bible says, although there are many who are called gods, we have only one God, that is our Heavenly Father. So our Heavenly Father is the Most High God, and it is because of this that Satan has used it to get rid of the Heavenly Father using this verse. So, dear brothers, some may ask why are we teaching this, but this is because this confusion exists, wherein Jesus belongs to the category of God, but only the Heavenly Father is the Most High God. Because of this confusion exists, that we are having to teach this. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദേവദാസന്മാരെ, നമുക്ക് വേണ്ടത് ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ്. നമുക്ക് യേശുവിനെ ദൈവത്തിൽ നിന്ന് താഴെ ഇറക്കുകയോ യേശുവിനെ പിതാവായ ദൈവത്തെ അവിടെ ഇതൊന്നുമല്ല നമ്മുടെ പണി. നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ദൈവം നിയമിച്ചാക്കിയ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ബാക്കിയുള്ളതിനെ കുറിച്ച് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത് നമ്മൾ വേസ്റ്റ് ചെയ്യാണ് നമ്മുടെ സമയം. അതുകൊണ്ട് വളരെ വ്യക്തതയോടെ യേശു ക്രിസ്തു ദൈവം തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്നാൽ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവല്ല. വേറെ വ്യക്തതയോടെ മനസ്സിലാക്കുക. എന്താണ് ദൈവം ചെയ്യുന്നത്, എന്താണ് ദൈവ കുടുംബം എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ കൺഫ്യൂഷൻ തീർന്നു. ഇതാണ് 1 കൊരിന്ത്യർ 8:7 പറയുന്നത്. എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. എല്ലാവരിലും ഈ അറിവില്ല. എന്താണ് എല്ലാവരിലും ഇല്ലാത്ത അറിവ്? അത് മനസ്സിലാക്കുക. അതിന്റെ തൊട്ടു മുകളിൽ പറയുന്നു, ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ, എലോഹിമുകൾ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്ക് ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമുമാകുന്നു. എന്നാൽ ഈ അറിവ് എല്ലാവർക്കും ഇല്ല. അതുകൊണ്ട് എല്ലാ സഭക്കാരും എല്ലാ ക്രിസ്തീയ ഗണങ്ങളും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്,
ഈ എല്ലാവർക്കും അറിവില്ലാത്ത ഈ കാര്യം നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങൾ പഠിക്കണം, ജനത്തെ പഠിപ്പിക്കണം. ഇതുവരെ പഠിപ്പിച്ചത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ദൈവജനവും ലക്ഷ്യത്തിൽ എത്തുകയില്ല. അത് വ്യക്തതയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. Dear brothers, our purpose is to reach our destination. It is not to bring down Jesus from his position as God or bring Jesus up and replace Heavenly Father's position. Neither of that is our intention. Our intention is to reach the destination. So just to be clear, Jesus is God, but he is not the Most High God. Our Heavenly Father is the only Most High God. And in 1 Corinthians 8:7 it says, however, not all men have this knowledge. So what is it speaking about in this? If we read the verse just above it, we will see that for even if there are so-called gods, whether in heaven or on earth, as indeed there are many gods and many lords, yet for us there is but one God, the Father, from whom all are all things, and we exist for him, and one Lord Jesus Christ, by whom are all things, and we exist through him. However, not all men have this knowledge. So as it is written over here, this knowledge is not given to all men. So dear brothers, and especially leaders of the other churches, because this not everyone have this knowledge, please learn this and teach these to the people in your congregations. Change your mind and renew yourself, so only by doing that will we be able to reach our destination. സഹോദരങ്ങളെ, ഞാൻ ഒന്നുകൂടി പറയട്ടെ. ദൈവം എന്താഗ്രഹിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവ കുടുംബമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മാനുഷിക കുടുംബത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് കാര്യം മനസ്സിലാകും. നമ്മളുടെ മനുഷ്യ കുടുംബത്തിൽ ഒരു കാരണഭൂതനുണ്ട്, ഒരു മുഖാന്തരമുണ്ട്. കാരണഭൂതൻ മുഖാന്തരത്തിലൂടെ ജനിപ്പിച്ച മക്കളുണ്ട്. ഇത്രയും പേര് കൂടുമ്പോൾ ഒരു കുടുംബമാകുന്നേ. ദൈവം അന്വേഷിക്കുന്ന ഇത് തന്നെയാണ്. സ്വർഗീയ ഭവനത്തിൽ കാരണഭൂതൻ പിതാവാണ്, മുഖാന്തരം ക്രിസ്തുവാണ്, മക്കൾ നമ്മളാണ്. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ കാര്യം പൂർത്തിയായി. ഭൂമിയിലെ കുടുംബത്തിൽ കാരണഭൂതൻ അച്ഛനാണ്, പപ്പയാണ്, അല്ലെങ്കിൽ അപ്പനാണ്, ഭർത്താവാണെന്ന്. മുഖാന്തരം ഭാര്യയാണ്. കാരണഭൂതനായ ആ ഭർത്താവ് മുഖാന്തരമായ ഭാര്യയിലൂടെ മക്കളെ ജനിപ്പിക്കുന്നു. ഇവിടെ സ്വർഗീയ പിതാവ് മുഖാന്തരമായ ക്രിസ്തുവിലൂടെ മക്കളെ ജനിപ്പിക്കുന്നു. നമ്മളെല്ലാം കൂടി ഒരു കുടുംബമാകുന്നു. ഇതാണ് ദൈവം ചെയ്യുന്നത്. ഇത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂട്ടിയടിച്ച് തമ്മിൽ തല്ലിച്ചാകും. Dear brothers, in order to understand this clearly, you must understand what our God really wants, what our Heavenly Father really wants. Is to have his own family, to bring us all into God's family. In order to understand that more clearly, you just need to look at a human family. In a human family, you will see that there is in all families, you will see there is a cause, there is a means, there are means, and there are children who the cause has produced via the means. In the heavenly system, the cause is the Heavenly Father, and means is our Lord Jesus Christ, and God is producing his children through Jesus Christ, that is through the means, that is us. In the same way, in a human family, the husband or the father is the cause, and the wife is the means, and the husband produces children through his wife. So you just need to understand this analogy, that in the heaven, in the same thing happens in the heavenly realm as. ഹല്ലേലൂയ. ഇതാ ഞാനിവിടെ കാണുന്നു. ഇവിടുന്ന് മനസ്സിലാകാതെ പ്രേമസുധ സിസ്റ്ററെ കാണുന്നു. ഒരു കൊച്ചു പുറകിൽ ഓടി നടങ്ങാണ്. ഓക്കെ, ഞാൻ ചിന്തിക്കുന്നു ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ശ്രദ്ധിച്ചേ, ആ കുടുംബത്തില് ആ പ്രേമസുധ സിസ്റ്ററുടെ ഹസ്ബൻഡാണ് കാരണഭൂതൻ. സ്വർഗീയ കുടുംബത്തിൽ പിതാവിന് ഒരു നിഴലായിട്ട് അദ്ദേഹം നിൽക്കുക. ഇനി അവിടുത്തെ മുഖാന്തരമാണ്
പ്രേമസുധ സിസ്റ്റർ ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുകയാണ്. കാരണം സ്വർഗീയ കുടുംബത്തിൽ ഫിമേൽ കഥാപാത്രങ്ങൾ ഇല്ല, എല്ലാം ദൈവപുത്രന്മാരാണ്. ഇനി അവിടെ നടക്കുന്ന ആ കുഞ്ഞ്, ഓടി നടക്കുന്ന കുഞ്ഞ്, ഞാൻ ചിന്തിക്കുന്നു പ്രേമസുധ സിസ്റ്ററുടെ മകനാണെന്ന് ചിന്തിക്കുന്നു. ആ ഭർത്താവിന് പ്രേമസുധ സിസ്റ്ററിലൂടെ ഉണ്ടായ മകൻ അല്ലെങ്കിൽ മക്കൾ, ഇതേപോലെ തന്നെ സ്വർഗസ്ഥ പിതാവിന് ക്രിസ്തുവിലൂടെ കാൽവറി ക്രൂശിലെ യാഗത്തിലൂടെ പുതിയതായി സൃഷ്ടിക്കപ്പെട്ട് ജനിച്ച മക്കളാണ് നാം ഓരോരുത്തരും. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ കാറ്റഗറിയാണ്, ദൈവത്തിന്റെ കാറ്റഗറിയാണ്. ജയിച്ചാൽ അതാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. Dear brothers, to explain it a little bit more further, let me look into the example of dear sister Premasudha. I see Pastor has seen a child playing around behind sister Premasudha. So assuming that the child is sister Premasudha's child, then in sister Premasudha's family, there is her husband, and in the Heavenly Father this husband is a shadow of the Heavenly Father in the heavenly family. Similarly, sister Premasudha will be a shadow for our Lord Jesus Christ in the heavenly family, because there are female characters in the heavenly family. And just like this child was born to her husband via sister Premasudha, similarly we too are born to our Heavenly Father through our Lord Jesus Christ, so that we also become part of God's family. And this is what we also become part of God's family, and that we also become part of God's category through Jesus. And this is what our Lord Jesus wants. ഇതുകൊണ്ടാണ് തിരുവചനം നമ്മളോട് പറയുന്നത്, അതുകൊണ്ട് നാം ഇനി അന്യരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ വീട്ടുകാരും അത്രേ. ഗോഡ്സ് ഫാമിലി. That's why the word says that we are no longer strangers and refugees. Instead, we are co-citizens in the kingdom of God and God's family, members of God's family. എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടുവാൻ തയ്യാറായിക്കൊള്ളുക. ഹലോ, be ready to change your form. Hallelujah. Be ready to change your form. Don't waste your time. നിങ്ങളുടെ സമയത്തെ വേസ്റ്റ് ചെയ്യാതെ ഫോം ചേഞ്ച് ചെയ്യുവാൻ തയ്യാറായിക്കൊള്ളുക. എങ്ങനെ? So, dear brothers, what should we do? We should all be ready to be transformed. We should all be ready to change our form, and we should not waste our time, and instead be prepared for this transformation. Hallelujah. നാം നേരത്തെ കേട്ടു ഫിലിപ്പിയർ 2:6, ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ he changed his form. കേട്ടായിരുന്നു? കേട്ടില്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ പോയി കേൾക്കണം. ഇച്ചിരി ഡീപ്പാ, പ്രാർത്ഥനയോടെ ഇരിക്കെ. He changed his form. ദൈവത്തിന്റെ രൂപം, ദൈവരൂപത്തിലിരിക്കുന്ന ചേഞ്ച് ചെയ്തിട്ട് മനുഷ്യരൂപത്തിലേക്ക് വന്നു. എന്നിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും ദൈവരൂപത്തിലേക്ക് മാറി. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ ശക്തിയോടെ ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെട്ടു. Dear brothers, if you recall what we discussed in Philippians 2:6 last week, you will see what Jesus did. Here it says, although he existed in the form of God, he did not regard equality with God to be a thing to be grasped, but emptied himself and taking the form of a bond servant. So Jesus was originally in the form of God, and then he changed his form into the form of a bond servant, being made in the likeness of man.
And then after his resurrection, he changed his form back into the form of God. So we can see how that changing of form happens over here. Hallelujah. എന്തിനാ ഇങ്ങനെ ഫോം ചെയ്ത് ഇങ്ങ് വന്നിട്ട് വീണ്ടും തിരിച്ച് ഫോം ചേഞ്ച് ചെയ്ത് ദൈവപുത്രനായി ശക്തിയോടെ നിർണയിക്കപ്പെട്ടത്? എന്റെ മക്കളെ തിരിച്ചറിയേ, ജാതികൾ അവരുടെ ദൈവത്തെ ആരാധിക്കുന്ന പോലെ വിഗ്രഹ പരിചയം ഹേതുവായിട്ട് പോകല്ലേ. ഇന്ന് മനുഷ്യന്റെ ഫോമിലുള്ള നമ്മളെ, ജഡരൂപത്തിലുള്ള നമ്മളെ അവിടെ നിന്ന് മാറ്റി ജഡരൂപത്തിലുള്ള നമ്മളുടെ ഫോം ചേഞ്ച് ചെയ്യണം. നമ്മളുടെയും ഫോം ചേഞ്ച് ചെയ്ത് നമ്മളെ ദൈവത്തിന്റെ ഫോമിലേക്ക് നമ്മളെ മാറ്റണം. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ ഫോമിലുള്ള ദൈവപുത്രൻ മനുഷ്യന്റെ ഫോമിലേക്ക് വന്നത്, ജഡത്തിന്റെ ഫോമിലേക്ക് വന്നത്, വചനം ജഡമായത്. എന്തിനാണ്? ജഡത്തിന്റെ ഫോമിലുള്ള നമ്മളെ ദൈവത്തിന്റെ ഫോമിലേക്ക് മാറ്റാൻ. സോ പ്ലീസ് റെഡി ടു ചേഞ്ച് യുവർ ഫോം. Why did Jesus do this transformation, first from the form of God, then into the form of man, and then after resurrection he was declared the Son of God with power by the resurrection from the dead and went back to the form of God? The reason for that is that he wants us also to change our form. He wants to change our form, which is currently in the form of flesh, into the form of Son of God. And because in order to do that, he being in the form of God, the Son of God being in the form of God, transformed himself and made into the form of flesh. The word became flesh, as it is written, so that he can change us as well from this form of flesh into the form of Son of God. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവമേ എനിക്കൊന്ന് മനസ്സിലാക്കാൻ, എന്റെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു തരണം. ലുതിയുടെ ഹൃദയം തുറന്നതുപോലെ എന്റെ ഹൃദയം തുറക്കണേ. കൊമ്പന്മാർക്കൊന്നും തുറന്നു കിട്ടത്തില്ല, താഴ്മയുള്ളവർക്ക് തുറന്നു കിട്ടത്തുള്ളൂ. കർത്താവ് വ്യക്തതയോടെ പറഞ്ഞു, ഇത് നീ ജ്ഞാനികൾക്ക് വിവേകൾക്കൊക്കെ മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് ദൈവമേ അങ്ങ് വെളിപ്പെടുത്തരാതെ എനിക്കൊന്നും മനസ്സിലാകത്തില്ല, എന്നെ അങ്ങ് സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഇരുന്നുകൊണ്ട് 1 Corinthians 15:52 വരാ. അവിടെ ഒരു മർമ്മം പറയുകയാണ്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും ഫോം ചേഞ്ച് ചെയ്യും. നാം എല്ലാവരും രൂപത്തിന് അന്തരം വരും, ഫോം ചേഞ്ച് ചെയ്യും. Dear brothers, please remain prayerful, because this is not easy to understand. Please pray to God so that God to teach us, so that we can understand what these verses mean. Because again here we see in First Corinthians chapter 15 that where Paul says that he will tell us a mystery that is at the end of the day. Not all of us will die, but all of us will have our form changed. I repeat, all of us will have our form changed. Hallelujah. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഫോം മാറും. ഇനി ഇവിടെ പിടിച്ചിട്ടൊന്ന് പറഞ്ഞേ, ഫോം മാറും. ഹല്ലേലൂയ. അപ്പൊ ഫോം മാറുമെങ്കിൽ ഫോം മാറാൻ നമ്മൾ ഒരുങ്ങണ്ടേ? ഹല്ലേലൂയ. ഫോം മാറുന്ന ആ ക്വാളിറ്റിയിലേക്ക്, യോഗ്യതയിലേക്ക്, ക്വാളിഫിക്കേഷനിലേക്ക് നാം വരണം. അതിനുവേണ്ടി നാം ഒരുങ്ങണം. Dear brothers, please repeat yourself in your heart that we will change our form. Please touch yourself and repeat that our form will be changed. And in order for our form to be changed, also remember that we should also come into that quality so that our form can be changed. Hallelujah. See, 1 Corinthians 15:51 and 52
ഒന്നും കൂടി വായിക്കാൻ നിങ്ങളുടെ ബൈബിളിൽ ആ രൂപാന്തരം എന്നുള്ള ഭാഗത്ത് അണ്ടർലൈൻ ചെയ്യണം. ഫോം ചേഞ്ച് ചെയ്യും. ഞാൻ ഒരു മർമ്മം 15:51 and 52. ഓക്കെ, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. രൂപത്തിന് അന്തരം വരും. ഫ്രം ദ ഫ്ലഷ് ടു ദ സ്പിരിറ്റ്, ഫ്രം ദ man's category to Christ category. Dear brothers, let me read 1 Corinthians chapter 15, verse 51 and 52 again. Behold, I tell you a mystery. We will not all sleep, but we will all be changed in a moment, in the twinkling of an eye, at the last trumpet. I repeat, we will all be changed. So we will have a change in our form from man's category to God's category, to from the category of flesh to Christ's category. ഹല്ലേലൂയ. ഇനിയിപ്പോ നിങ്ങൾ പറയണം, അത് ഞങ്ങൾക്കൊന്ന് ഉറപ്പിക്കണമല്ലോ, ക്രൈസ്റ്റിന്റെ കാറ്റഗറിയിലേക്ക് ഞങ്ങൾ മാറുമെന്ന് ഉറപ്പിക്കണം. ക്രൈസ്റ്റ് ഗോഡ്സ് കാറ്റഗറിയാ. അങ്ങനെ വല്ല വചനം ഉണ്ടോ ബ്രദറെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ മുൻ നിയമനം തന്നെ ക്രിസ്തുവിന്റെ കാറ്റഗറിയിലേക്ക് മാറാനാണ്. ഇതാണ് റോമ 8:29 പറയുന്നത്. ദൈവം തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് നാം അവന്റെ ക്രിസ്തുവിന്റെ രൂപത്തിലേക്ക് മാറുവാൻ, ഒന്നുകൂടി കേൾക്കാം, നാം ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് മാറുവാൻ, നാം ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് മാറുവാൻ ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കും. So, dear brothers, now some of you may ask, is there a biblical verse to support that we will be changed into the category of Christ, which is God's category? And that we see that in Romans 8 verse 29. For those whom he foreknew, he also predestined to become conformed to the image of his son, so that he would be the firstborn among many brethren. So here I repeat, he predestined us to be conformed to the image of his son, that is our Lord Jesus Christ. ഹല്ലേലൂയ. ഇതാ വീണ്ടും ഒരു വചനം വായിക്കാം. നമ്മൾ അവസാനം രൂപാന്തരപ്പെടുന്നത് ആരെ പോലെയാണ്? ഇതാണ് ദൈവത്തിന്റെ വചനം. 1 യോഹന്നാൻ 3:1-2 വാക്യങ്ങൾ പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിപ്പാൻ. കാറ്റഗറി ദൈവത്തിന്റെ കാറ്റഗറിയാ. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. താഴെ 2-ാം വാക്യം, പ്രിയമുള്ളവരെ, നാം ദൈവ മക്കളാകുന്നു. കാറ്റഗറി ശ്രദ്ധിക്കുക, മനുഷ്യമക്കളല്ല, ദൈവ മക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ഇനി 2 ചെവിയും തുറന്നു കേട്ടോ. നാം ആരെപ്പോലെ, ആ രൂപത്തിനെ ആരെപ്പോലെ അന്തരം വരാൻ പോകുന്നു ശ്രദ്ധിച്ചു കേട്ടോ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ആരാണ്? ക്രിസ്തു. ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം ക്രിസ്തുവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ, നാം ക്രിസ്തുവിനോട് സദൃശ്യന്മാരാകും. ക്രിസ്തുവിനോട് സദൃശ്യന്മാരാകും. വചനം കൊണ്ട് ഉറപ്പിച്ചത് കണ്ടോ? ക്രിസ്തുവിനോട് സദൃശ്യന്മാരാകും. അപ്പൊ നാം ഏത് രൂപത്തിൽ നിന്ന് എങ്ങോട്ടേക്കാ മാറാൻ പോകുന്നേ? രൂപം മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ പ്രത്യാശയോടുകൂടി വേണം ജീവിക്കാൻ. Dear brothers, let me give you one more verse to strengthen this. Let us read 1 John chapter 3 verses 1 and 2. See how great a love the Father has bestowed on us, that we would be called children of God, and such we are.
For this reason, the world does not know us because it did not know him. Beloved, now we are children of God, and it has not yet appeared as yet what we will be. And let me read the next words. We know that when he appears, we will be like him. Here it says, when we appears, we will be like him because we will see him just as he is. So we will be like our Lord Jesus Christ because we will see him just as he is. ഹലോ, അപ്പൊ നമ്മൾ ആരെ പോലെ ആകുമെന്ന് പറഞ്ഞേ? ക്രിസ്തുവെ പോലെ. വിശ്വാസമുണ്ടോ? ബൈബിള് പറയുന്ന അതിന് വിശ്വാസമുണ്ടോ? അങ്ങനെ വിശ്വാസം ഉള്ളവർക്ക് വേണ്ടിയാണ് അടുത്ത വചനം കേട്ടോ. ഞാൻ ക്രിസ്തുവെ പോലെ ആകും എന്ന് ദൈവം മുൻനിയമിച്ചിരിക്കുന്നു. റോമ 8:29. നാം രൂപത്തിന് അന്തരംപ്പെടും എന്ന 15:52. ഇതാ നമ്മൾ ഇവിടെ വായിച്ചു, നാം ക്രിസ്തുവിനോട് സദൃശന്മാരാകും. ഇത്രയും വചനം കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയം ദൈവം തുറന്നെങ്കിൽ, നിങ്ങളത് വിശ്വസിച്ചെങ്കിൽ, ഈ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്, ഹോപ്പ്. ഞാൻ ആരെ പോലെയാകും? ഞാൻ ഈ രൂപത്തിന് അന്തരം വന്ന്, ഈ ദ്രവത്വമുള്ള രൂപത്തിന് അന്തരം വന്ന് അദ്രവത്വമായ ക്രിസ്തുവിന്റെ ആ രൂപം ഞാൻ ധരിക്കും എന്ന് പ്രത്യാശ ഉള്ളവർക്കാണ് അടുത്ത വചനം. അതിന്റെ 3-ാം വാക്യം പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. ഏത് പ്രത്യാശ? ഈ പ്രത്യാശ. ഏത് പ്രത്യാശ? മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ പ്രത്യാശ, ഞാൻ ക്രിസ്തുവിന്റെ രൂപത്തിലേക്ക് മാറും എന്നുള്ള ഈ പ്രത്യാശ ഉള്ളവൻ. ഹല്ലേലൂയ. ആ പ്രത്യാശ ഇല്ലാത്തവർക്കല്ല ആ വചനം. ആ പ്രത്യാശ ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് എഴുതിയേക്കണേ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രത്യാശയാൽ ആദ്യം പിടിക്കപ്പെടണം. തുടർന്ന് അതിലേക്ക് നാം ചെല്ലണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നിർമ്മലീകരിക്കാൻ ഏൽപ്പിക്കുക. Dear brothers, do you have faith in the words of God that we just read? Do you have hope in the hope that comes from the words, the 3 verses that we read just now? We read in 1 Corinthians chapter 15 that we will all be changed, that the perishable will wear the imperishable, that the immortal will wear the immortal when this mortal body will go away. We also saw in Romans 8 that we will be conformed to the image. We are predestined to be conformed to the image of God. And again here we see in 1 John chapter 3 that we will be like Jesus, because we will be like him, that is Jesus, because we would see him just as he is. If you have hope in these verses, in these promises of God, then it is for such people that the next verse is written, and everyone who has this hope fixed on him purifies himself just as he is pure. So as we read in other verses, that the will of God is our purification. So just like that, here again it says that those who have this hope purifies himself. Those who are caught by this hope, let's his spirit be purified through Jesus Christ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ യേശു ക്രിസ്തു ഏത് ഫോമിലാ? ജഡത്തിലാണോ? ഇപ്പൊ യേശു ക്രിസ്തു ഏത് ഫോമില്ല? ജഡത്തിലാണോ ആത്മാവിലാണോ? ജഡത്തിലാണെന്നുള്ളവര് ഞങ്ങളുടെ ഇടത് കൈ വെക്കുക. ആത്മാവിലാണെന്നുള്ള ആത്മാവിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, നമുക്കതിനെ കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു വചനവും കൂടി വായിക്കാം. ഹല്ലേലൂയ. ആ വചനമാണ് 1 Corinthians chapter 3.
2 Corinthians chapter 3 verse 17 ആണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്, ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. Now the Lord is Spirit. ഇപ്പോൾ കർത്താവ് ആത്മാവാണ്. മലയാളത്തിൽ ഇപ്പോഴില്ല. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഏത് ഫോമിലാണ്? യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോ ദൈവ ആത്മാവാ. ആ ഫോം വിട്ടിട്ട് ജഡത്തിലേക്ക് വന്നു. വചനം ജഡമായി. വീണ്ടും മരിച്ചിട്ട് ജഡത്തിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. വീണ്ടും ആത്മഫോമിലേക്ക് പോയി. ഹല്ലേലൂയ. അപ്പൊ അതൊരു കൺഫ്യൂഷൻ ഉണ്ട് മനുഷ്യർക്ക്. അതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്. അപ്പൊ ജനം ആത്മഫോമിലാണെന്ന് കൺഫേം ചെയ്യുന്ന വചനമാണ് 2 Corinthians 3:17. Now the Lord is the Spirit. Dear brothers, do you know what form Jesus is right now at present? Is he in flesh form or is he in spirit form? And as I said, many of you raised your hand and said he's in spirit form. And let me give you a verse to confirm that Jesus is in spirit form, and that verse is 2 Corinthians chapter 3. That is, now the Lord is a spirit. So Jesus was originally in the form of God, that is in the spirit form, and then he came into this world and took the form of flesh, and he went back, and now he's again in the spirit form. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി ചിന്തിക്കുന്നു. അതിന് മലയാളവും അതിന്റെ ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങളുടെ മലയാളം ബൈബിൾ നോട്ട് ചെയ്തിടുക. ആ ടൈം അവിടെ മലയാളത്തിൽ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നൗ എന്നുള്ള വേർഡ് മലയാളത്തിൽ മിസ്സായിപ്പോയി. നൗ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പോ. ഇവിടെ ഇംഗ്ലീഷിൽ അതുണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ് നൗ ദ ലോർഡ് ഈസ് ദ സ്പിരിറ്റ്. ഇപ്പോൾ കർത്താവ് ആത്മാവാകുന്നു. അപ്പൊ നേരത്തെയോ? മക്കൾ ജഡരക്തങ്ങളോട് കൂടെയുള്ളവനാകിയാൽ അവനും അവരെ പോലെ, ആത്മാവാകുന്ന കർത്താവ് അവരെ പോലെ ജഡരക്തനോട് കൂടിയുള്ളവനായി. പക്ഷെ ഇപ്പോൾ കർത്താവ് ജഡരക്തനോട് കൂടിയുള്ളവനല്ല. ഇപ്പോൾ കർത്താവ് ആത്മാവാകുന്നു. കണ്ട, 3 സ്റ്റേജ് കാണാൻ നിങ്ങൾക്ക്. ഒന്ന്, ദൈവരൂപത്തിലിരിക്കെ ആത്മരൂപം. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ജഡരൂപത്തിലേക്ക് വന്നു. വചനം ജഡമായി. മനുഷ്യരൂപം, ദാസരൂപം. വീണ്ടും മരിച്ചു. ആ രൂപം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോ വീണ്ടും ആത്മരൂപം, ശക്തിയോടെ ദൈവപുത്രൻ നിർണയിക്കപ്പെട്ടു. അപ്പോ യേശുവിന്റെ രൂപങ്ങൾ ശ്രദ്ധിച്ച്. ആദ്യം ആത്മരൂപം. മക്കൾ ജഡരക്തനോട് കൂടിയുള്ളവനാകിയാൽ വചനം മാംസമായി, ജഡരൂപം. വീണ്ടും ജഡത്തിൽ മരിച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു, ഇതാ ഉയർത്തെഴുന്നേറ്റു, വീണ്ടും ആത്മരൂപം. Now Lord is the Spirit. ഇപ്പോൾ കർത്താവ് ആത്മാവ്. Dear brothers, so in the Malayalam version, that word now, which that word now is not there, but in the English portion it is there. So from this we know how Jesus has changed his form over time. In the beginning he was in the form of God, that is, he was in the form of flesh, form of spirit. And then we see in Hebrews 2 that when he came into this world, since the children share in flesh and blood, he himself likewise also partook of the same. That is, Jesus also took on the form of flesh and blood. And then he was crucified, and when after resurrection he went back, as we can say, he went back to, now he's in the form of spirit. എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. അല്ലേ? സത്യം നമ്മളെ സ്വതന്ത്രമാക്കി. ഇനി നിങ്ങൾക്ക് ഒരു സത്യം അറിയണം. ഇപ്പൊ നമ്മുടെ ചിന്ത നമ്മൾ ജഡത്തിലാണെന്നല്ലേ? യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചില്ലേ? കർത്താവായി സ്വീകരിച്ചില്ലേ?
എന്റെ മകളെ, നിങ്ങൾ ആത്മാവിലേക്ക് മാറിക്കഴിഞ്ഞു. നിങ്ങൾ ആത്മാവിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷെ അറിവ് നിങ്ങൾക്കില്ല. ആ അറിവ് നിങ്ങൾക്കില്ല. സത്യം അറിയുമ്പോഴാണ് ഞാൻ ആത്മാവിലേക്ക് മാറിക്കഴിഞ്ഞു, പക്ഷെ എന്റെ ചിന്തയിൽ ഞാൻ ഇപ്പോഴും ജഡത്തില എന്ന ചിന്തയാണ് നമ്മളെ മുന്നോട്ടേക്ക് സമ്മതിക്കാതെ. നാം ആത്മാവിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരു വചനം വായിച്ചുറപ്പിക്കട്ടെ. വചനം വേണോ? റോമലേഖനം 7-ാം അധ്യായം 5-ാം വാക്യം. അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്ക വണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ശ്രദ്ധിച്ചേക്കുക, ഗ്രാമർ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഗ്രാമർ രക്ഷിക്കപ്പെട്ടവർക്കാണ് ഇത് എഴുതുന്നത്. ഗ്രാമർ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. നാം ജഡത്തിലായിരുന്നപ്പോൾ, അപ്പൊ നാം ഇപ്പൊ എവിടെയല്ല. ഇപ്പൊ നിങ്ങൾ നേരത്തെ താമസിച്ചിരുന്നത് വല്ല കന്യാകുമാരിയിലോ ഡൽഹിയിലോ എവിടെയെങ്കിലും ആയിരിക്കാം. ഞാൻ പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലായിരുന്നു, സേലത്തായിരുന്നു. ഇപ്പൊ എനിക്ക് പറയാം, ഞാൻ സേലത്തായിരുന്നപ്പോൾ. അപ്പൊ ഞാനിപ്പോ എവിടെയല്ല, സേലത്തല്ല. ഹല്ലേലൂയ. ഇവിടെയും പറയാണ്, സോളിന് ഇരിക്കാൻ പറ്റിയ 2 സ്ഥലങ്ങളാണ്, ഒന്ന് ഫ്ലഷും മറ്റൊന്ന് സ്പിരിറ്റും. ഇവിടെ പറയാണ്, നാം ജഡത്തിലായിരുന്നപ്പോൾ. അപ്പോൾ നാം ഇപ്പൊ എവിടെയാ? ഇപ്പോൾ ജഡത്തിലല്ല, ഇപ്പോൾ ആത്മാവിലാ. ഓൾറെഡി നമ്മളെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി നമ്മുടെ സ്പിരിറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം കൊളോസ്യർ 1:13 പറയുന്നേ, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കാൻ പോണെന്നല്ല, വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ വെച്ചു. ആ വെച്ച പിതാവിന് നാം സ്തോത്രം ചെയ്യാം. ഈ ഒരു സംഭവം തിരിച്ചറിയുക. പുതിയ സൃഷ്ടിയിൽ നാം ഇപ്പോൾ ജഡത്തിലല്ല, ആത്മാവിലാണ്. Dear brothers, are you happy from hearing so far? So remember that you shall know the truth, and truth shall set you free. So let me give you one more truth that you may not know. That is, we already learned that Jesus is in the spirit now, and let me tell you that not only Jesus is in the spirit, we are also in the spirit right now. Have you all accepted Jesus as your Lord and Savior? So remember that when we accept Jesus as our Lord and Savior, at that moment itself we are transferred from flesh to spirit. How do you know that? Do you want a verse to support it? Please read Romans chapter 7 verse 5. Let me read it over here. Here it says, for while we were in the flesh, remember, underline were over there, while we were in the flesh, the sinful passions which were aroused by the law were at work in the members of our body to bear fruit for the death. So remember the grammar over here. It says that while we were in the flesh, that shows that we are no longer in the flesh. For example, when I learned in Salem, I learned in Salem, and now I am not in Salem. So I could say that when I was in Salem. So again, here it says that when we were in the flesh, that means we are no longer in the flesh. Our soul has been transferred from our flesh to the spirit, and always and remember that and live according to that. Hallelujah. പ്രിയ സഹോദരങ്ങളെ, ആ റോമലേഖനം 7-ാം അധ്യായത്തിൽ നാം ഇപ്പോൾ വായിച്ച 5-ാം വാക്യമാണ്. ഈ 5-ാം വാക്യത്തിന്റെ താഴെ 6-ാമത്തെ വാക്യമാണ്. ഈ 6-ാമത്തെ വാക്യം നമുക്ക് എന്തുകൊണ്ടാന്ന് പറയാം ഇതുവരെ ഇത് മനസ്സിലാകാതെ? കാരണം നാം ഇന്നും അക്ഷരത്തിന്റെ പുറകെ പോണേ.
വീണ്ടും ജനിച്ച ഈ പുതിയ സൃഷ്ടിക്ക് അക്ഷരമല്ല ആ വ്യക്തിയെ നയിക്കുന്നത് ആത്മാവാണ്. കാരണം ഈ വ്യക്തി ഇപ്പോഴായിരിക്കുന്നത് ജഡത്തിലല്ല. ജഡത്തിലുള്ളവനെ നയിക്കാനാണ് അക്ഷരം. ആത്മാവിലുള്ളവനെ നയിക്കാനാണ് പരിശുദ്ധ ആത്മാവ്. ഇതുപോലെയാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. ലെറ്റർ സംബന്ധിച്ച് മരിച്ചു. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ശ്രദ്ധിച്ച്, രണ്ട് ചെവി തുറന്ന് കേട്ടോളേ, ചെവി തുറന്ന് കേട്ടോളേ. നാം 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 ന്യായപ്രമാണത്തിൽ നിന്ന് ഉള്ളവർ ആയിരിക്കുന്നു. ഇന്ന് ന്യായപ്രമാണത്തിന്റെ കീഴിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലയോ? ന്യായപ്രമാണം ജഡത്തിലുള്ളവരുമല്ല, ആത്മാവിന്റെ പ്രമാണം, അതായത് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നു. ആത്മാവിൽ ജനിച്ച പുതിയ സൃഷ്ടിക്കുള്ളൂ. The verse that we just read was Romans 7 verse 5. Now let us read the verse immediately after this. This is not a verse. Let me read it now. But now we have been released from the law, having died to that which we were by which we were bound, so that we serve in the newness of the Spirit and not in the oldness of the letter. This is not a verse that people understand easily, because the law is there for those who are still in the law is there to lead those who are still in the flesh, but to those who are in the spirit, it is those who are in the spirit, we are led by the Holy Spirit. Those who are in the spirit is led by the Holy Spirit. And so that's why this verse, it says that, but now we have been released from the law, having died to by which we were bound, so that we serve in the newness of the Spirit and not in the oldness of the letter. So here it says we have been released from the law. So remember, those who still want to remain under the law, that law is to lead those who are still in the flesh. പ്രിയ സഹോദരങ്ങളെ, സോ ബി റെഡി ടു ചേഞ്ച്. രൂപം മാറണം കേട്ടോ. അത് മനുഷ്യ മക്കളിൽ നിന്നുള്ള ലെവലിൽ നിന്ന് ദൈവ മക്കളുടെ ലെവലിലേക്ക് മാറണം. മനുഷ്യ മക്കൾ അക്ഷരത്താൽ നയിക്കപ്പെടുന്നു. മനുഷ്യരിലെ നല്ലവരുടെ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. എന്നാൽ ദൈവമക്കൾ അക്ഷരത്താലല്ല, അക്ഷരം ഉപയോഗിക്കും, അക്ഷരത്താലല്ല, ആത്മാവാൽ നയിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് റോമ 8:14 പറഞ്ഞത്, ആത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് മനുഷ്യരുടെ മക്കൾ എന്നല്ല. കാരണം നിങ്ങൾ തെറ്റ് പറഞ്ഞാലേ പെട്ടെന്ന് മനസ്സിലാവും. മനുഷ്യരുടെ മക്കൾ എന്നല്ല, ആത്മാവ് പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പോ രൂപം മാറാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ റെഡിയാകണം. ഇന്നേ ആത്മാവാൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം വെച്ച ആ ക്രമീകരണങ്ങൾ, ആ ട്രാക്കിലൂടെ നമ്മൾ കടക്കണം. ഹല്ലേലൂയ. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ആദ്യം അതിന്റെ ABCDകളൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. അല്ലാതെ നമുക്ക് അങ്ങോട്ട് വായിക്കാനോ അതിലേക്ക് കയറാനോ പറ്റില്ല. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നാം ജീവിക്കണം. ഇതേപോലെ തന്നെയാണ് ആത്മാവിന്റെ കമ്മ്യൂണിറ്റിയിൽ നാം ജീവിക്കണം. So dear brothers, be prepared for that change, for that transformation from children of man to children of God. And remember that it is the children of men who are led by the law. That is, I'm speaking about the good people among the children of men, who they are the ones who are led by the law. The children of God are led by the Spirit. So children of God may use the law, but they are led by the Spirit. And this is why in Romans chapter 8 verse 14, Paul says that for all who are being led by the Spirit of God, Paul says these are the sons of God. He does not say these are the sons of man. He says these are the sons of God. So remember that is our final destination, where we will all be led by the Spirit of God. So in order for that, we should be prepared for that change. Just like when we try to learn English, we should start from ABCD. Only after that we can go to the next level. So we should all prepare for that change even now itself,
and prepare to be led by the Spirit of God. ചിലർക്ക് സംശയം ഉണ്ടായി, ന്യായപ്രമാണം വേണ്ടെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ന്യായപ്രമാണം വേണ്ടെന്നല്ല ഇവിടെ പറഞ്ഞേ. ന്യായപ്രമാണം മാറില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാല് ഇതാ ന്യായപ്രമാണം മാറില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. ന്യായപ്രമാണം മനുഷ്യ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ആ മനുഷ്യ മക്കളിൽ നിന്ന് ദൈവമക്കളാകുവാനുള്ള അവസരം കിട്ടിയ നമ്മൾ ആ രൂപാന്തരത്തിന് നാം തയ്യാറാണെങ്കിൽ, നാം ആ മാറ്റം നമ്മൾ സംഭവിച്ചിരിക്കുന്നുവെങ്കിൽ, നാം ഇനി ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല, നാം ആത്മാവിന്റെ പ്രമാണത്തിന് കീഴുള്ളവരാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, ആത്മാവിന്റെ പ്രമാണത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ സുന്ദരമായി ന്യായപ്രമാണം മുഴുവൻ നിവർത്തിക്കും. കാരണം നിങ്ങളല്ല ന്യായപ്രമാണം നിവർത്തിക്കുന്ന, നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളെ ന്യായപ്രമാണം നിവർത്തിക്കാൻ ശക്തിപ്പെടുത്തുന്നത്. അത് വളരെ മനോഹരമായി നിങ്ങൾ ചെയ്യുവാനായിട്ടിടയാണ്. Dear brothers, now some of you may be confused and asking, so we do not need to keep the law, we do not need to follow the law. Dear brothers, I don't say that the law has gone away. Law, as long as the heavens and earth remain, the law of God will still remain. But we are released from the law. Those of us who has been transformed from the flesh to the spirit, we are being led by the Spirit, and we are released by the law. And remember that when we are led by the Spirit, that we will automatically fulfill the law because we are being led by the Spirit. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നതിന്റെ സാരം, യേശുക്രിസ്തു ആത്മാവിൽ നിന്ന് ദൈവത്തോടെ സമത്വം ദൈവരൂപത്തിലിരിക്കെ ആ സമത്വം മുറുകെ പഠിക്കണ്ടെന്ന് വിചാരിച്ച് ജഡരൂപത്തിലേക്ക്, മനുഷ്യരൂപത്തിലേക്ക് വന്ന് ഇതാ നമ്മൾക്ക് വേണ്ടി നമ്മളെ ജഡരൂപത്തിൽ നിന്ന് ദൈവരൂപത്തിലേക്ക്, ആത്മരൂപത്തിലേക്ക് മാറ്റുവാനുള്ള എല്ലാ ക്രിയയും ചെയ്തിട്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് പപ്പ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതിനു ശേഷവും നമുക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ എങ്ങനെ സത്യത്താൽ നാം വിടുതൽ പ്രാപിക്കും? അതുകൊണ്ട് രൂപം മാറാൻ തയ്യാറായിക്കൊള്ളുക. രൂപം മാറുവാനുള്ള ആ ദൈവികമായ ആ ക്വാളിഫിക്കേഷൻ നാം പ്രാപിക്കുക. ജയിക്കുന്നവൻ ഇത് അവകാശമാണ്. Dear brothers, what I am saying is, we prepare to change our forms. Remember that Jesus was in the form of God, was the spiritual form. He became flesh over here, and then he became flesh in order to transform us from this form of spirit, from of flesh to the form of spirit. And then he was crucified, resurrected, and went back to the form of spirit. So remember that if we know all this, then we should also be prepared for that, changing our own form from the form of flesh to the form of spirit. And if we and remember that we should achieve the qualification. We should, by being prepared, we will achieve the qualification for that transformation. And as the Bible says, to those who win, I will give them this reward, that he will be my son and I will be his God. Hallelujah. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, കേൾക്കണേ. ദൈവം മാറ്റുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി അല്ല. ദൈവം മാറ്റുന്നത് നമ്മുടെ അസ്തിത്വമാണ്. വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുക. പുതിയ സൃഷ്ടിയിലൂടെ ദൈവം മാറ്റുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വ്യക്തിത്വം വികസന പദ്ധതി അല്ല, നമ്മളുടെ അസ്തിത്വമാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ദൈവിക പ്രോഗ്രാമിനോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും. Remember, brothers, just to clarify, in this transformation, what God changes is not our personality, but our very nature itself. Remember, this transformation is not a personality, this new creation transformation is not a personality development program from God,
It is a transformation of our nature itself. And if we know this, then we will be able to cooperate with God's program much more easily and transform with God's program much more easily. ഹല്ലേലൂയ. അപ്പോ ഇത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, എന്താണ് അസ്തിത്വം? ഇത് ക്ലാസ്സിൽ ഒരല്പം പഠിച്ചായിരുന്നു. ക്ലാസ്സിൽ ഓർമ്മയുണ്ടോ? അസ്തിത്വം എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. അതായിരുന്നു ടൈറ്റില്. ഇംഗ്ലീഷിൽ എക്സിസ്റ്റൻസ് എന്ന് പറയും. അതിന്റെ അർത്ഥം ഇതാണ്: ഫോം ഓഫ് ലൈഫ്, ജീവന്റെ രൂപം. Dear brothers, do you know what is existence? We had a class on this before, and it means form of life. ഇതാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. യേശുക്രിസ്തു ഫോം ഓഫ് ലൈഫ് ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 2:6 എഴുതിയിരിക്കുന്നത്, അവൻ, അതായത് ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ, ദൈവരൂപം അസ്തിത്വമാണ്. ഫോം ഓഫ് ലൈഫ്, ദൈവരൂപം ഒരസ്തിത്വമാണ്. ഏഞ്ചൽ, മാലാഖയുടെ രൂപം ഒരസ്തിത്വമാണ്. മനുഷ്യന്റെ രൂപം മറ്റൊരസ്തിത്വമാണ്. സിംഹത്തിന്റെ രൂപം മറ്റൊരു അസ്തിത്വമാണ്. ഹല്ലേലൂയ. അപ്പോ അസ്തിത്വം, ജീവന്റെ രൂപം, ആ ജീവന്റെ രൂപത്തിനാണ് ക്രിസ്തു മാറ്റം വരുത്തിയത്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ അത് ഒഴിച്ചു. വേഷത്തിൽ വേറൊരു രൂപമായി, വേറൊരു ജീവന്റെ രൂപമായി, മനുഷ്യരൂപമായി. ഹല്ലേലൂയ. ഇതേ പ്രക്രിയ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി നടക്കേണ്ടത്. നമ്മൾ മനുഷ്യരൂപത്തിൽ നിന്ന് ദൈവരൂപത്തിലേക്ക്, ദൈവപുത്രന്റെ രൂപത്തിലേക്ക് മാറ്റം വരണം. അസ്തിത്വം മാറുകയാണ്, പേഴ്സണാലിറ്റി അല്ല. എന്നാൽ നമ്മൾ ഇന്ന് മതങ്ങൾ പിടിക്കപ്പെട്ടു പോയത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റില, അസ്തിത്വം മാറുന്നതിലല്ല. മാർക്ക് ദ വേർഡ്. മതങ്ങൾ പിടിക്കപ്പെട്ടു പോയത് ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കാൻ ശ്രമിക്കുന്നതിലാണ്, പേഴ്സണാലിറ്റി മാറ്റാൻ ശ്രമിക്കുന്നതിലാണ്, അസ്തിത്വം മാറ്റുന്നതിലല്ല. പക്ഷെ ദൈവം ശ്രമിക്കുന്നത് പുതിയ സൃഷ്ടിയിൽ, പഴയ സൃഷ്ടിയിലല്ല, പുതിയ സൃഷ്ടിയിൽ അസ്തിത്വം മാറ്റുകയാണ്. So, beloved brothers, what we should change is not what this change entails is not a change in personality, but a change in the form of existence. Remember, we heard that Philippians 2:6, Jesus being in the form of God, emptied himself and took on the form of a servant. So, dear brothers, so what the program of God entails is not just a change in the form of change in personality development, but a change in the form of existence. And we see in Philippians 2:6 that what Jesus did was a change in being in the form of God to come the form of a servant. He emptied himself and took on the form of a servant. So we can see that his form of existence is changing from the form of God to a form of man. So we have different forms of existence, like the form of existence of a man, form of existence of a lion, even form of existence of different animals. So remember that in this program of God, where he is transforming us, what he wants us is not just a change in our personality. This is where most of the religions went and made a mistake. In the new creation, what God is trying to change is not just our personality. What he is trying to change is our very form of existence itself, from a form of man to a form of son of God. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ വചനത്തില് ഇത് മനസ്സിലായ ഉടനെ വിശുദ്ധ പൗലോസ് പറയുന്നത്, കാരണം ഇതൊക്കെ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന മർമ്മമാണ് തങ്ങളുടെ തേജസ്സിനായി. ഉടനെ പൗലോസ് പറയുന്നതാണ്, ഇന്നു മുതൽ
ഞാൻ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്ത് മാറുകയല്ല, അവൻ പുതിയ സൃഷ്ടിയാ, ന്യൂ എക്സിസ്റ്റൻസ്. ഈസ് എ ന്യൂ ക്രീച്ചർ, പുതിയൊരു ജീവിയാ. ഹല്ലേലൂയ. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇന്ന് മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ഞങ്ങൾ അങ്ങനെ അറിഞ്ഞിരുന്നേ, ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയായി. ഇന്നു മുതൽ ക്രിസ്തുവിനെയും അങ്ങനെയല്ല അറിയുന്നത്. Dear brothers, it is because this mystery was revealed to our Saint Paul that he says that from now on we don't know anyone according to the flesh. When a person is in Christ, he is a new creation, and we don't know anyone according to the flesh. So it is because of this that Jesus says that even he does not know even Jesus. He knew according to the flesh, as in Jesus was born as a son of David in the line of David. But he says, now I don't even know Jesus according to the flesh, because in the new creation, because his form of existence has changed, and because of that, in the new creation, he does not know anyone according to the flesh. ഹല്ലേലൂയ. ഞാൻ ആ ബൈബിൾ വായിക്കാം. 2 കൊരിന്ത്യർ 5:16-17 വായിച്ചിട്ട് തൽക്കാലം നിർത്താം. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം ദൈവം അനുവദിക്കുന്നെങ്കിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ജഡപ്രകാരം എന്ന് പറയുന്നത് എന്തുവാ? ഇറ്റ്സ് എ ഫോം ഓഫ് എക്സിസ്റ്റൻസ്. മനുഷ്യരൂപം, ജഡം. വചനം ജഡമായി, ആത്മാവിൽ നിന്ന് ക്രിസ്തു ജഡത്തിലേക്ക് മാറി. അതിന് ജഡപ്രകാരം ഞങ്ങൾ അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും, അങ്ങനെ അറിഞ്ഞിരുന്നേ, ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. കണ്ടോ? ട്രാൻസ്ഫോം ചെയ്യണുണ്ടോ? അതുകൊണ്ട് ഞാൻ പിടിച്ചതൊരു 10 ഒമ്പെന്ന് പറഞ്ഞിട്ടിരിക്കുകയല്ല, വചനപ്രകാരം മാറുകയാണ്. താൻ തനിക്ക് വെളിപ്പെട്ട അറിവ് പ്രകാരം. കാരണം അടുത്ത എഴുതിയിരിക്കുകയാണ് താഴെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു. Therefore, if any man be in Christ, he is a new creature. അവനൊരു പുതിയ സൃഷ്ടിയാ, പുതിയ ജീവിയാ. A new existence. ഫ്ലഷിലല്ല, സ്പിരിറ്റിൽ. ക്രിസ്തുവിൻ തലമുറ, പുതിയ സൃഷ്ടി. Beloved brothers, let me read the verses in support of that. This is 2 Corinthians chapter 5, verse 16 and 17. So here we see that what Paul is saying. Therefore, from now on, we recognize no one according to the flesh. So what does it mean? According to the flesh means we don't recognize anyone according to the form of existence that is the flesh. And even though we have known Christ according to the flesh, yet now we know him in this way no longer. So he says that even though he knew Jesus according to the flesh, that is as from the line of David, yet now, because he has this new information and he's changing, and in this new information he says that yet now we know him in this way no longer. Therefore, if anyone is in Christ, he is a new creature. The old things have passed away, behold, new things have come. പ്രിയ സഹോദരി, ആ സ്ക്രീൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തപ്പോ ഇതാ നിങ്ങൾക്ക് കാണാം, ഇതാ ഒരു കൊച്ചുകുട്ടി അവന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇപ്പോ തന്റെ എക്സിസ്റ്റൻസ് അല്ല യഥാർത്ഥത്തിൽ മാറുന്നേ. അദ്ദേഹം തന്റെ ഒറിജിനൽ എക്സിസ്റ്റൻസ് ഉള്ളിൽ തന്നെ ഉണ്ട്. താനൊരു മനുഷ്യനാണ്. എന്നാൽ താനിപ്പോ ഒരു സിംഹത്തിന്റെ രൂപം തന്റെ പുറത്ത് ധരിക്കുകയാണ്. ഇതേപോലെയാണ് നമ്മൾ മനുഷ്യർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ നിയമങ്ങൾ ഉപയോഗിച്ച് നമ്മളെ തന്നെ മാറ്റുന്നത്. ഈവൻ പഴയ ഉടമ്പടി പുസ്തകത്തിലെ ന്യായപ്രമാണം ഉപയോഗിച്ചും നമ്മളെ മാറ്റുന്നത് ഇതേപോലെ നിയമങ്ങൾ കൊണ്ട് നമ്മളുടെ മറ്റൊരു രൂപത്തെ നമ്മുടെ യഥാർത്ഥ രൂപത്തിന്റെ പുറത്തൊരുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പുതിയ സൃഷ്ടിയിൽ ഇങ്ങനെയല്ല. Dear brothers, please see the slide that I have shared over here. In this slide, you can see
we can see a young girl who is participating in a fancy dress competition. The girl is wearing a lion's dress over here, a lion's image over here, and we can see even though she is wearing this image, inside it is her herself. She has not changed her existence. Just her appearance has changed. Just her form has changed. Just her appearance has changed. So it is like this when we try to improve our personality by following laws, even laws of the Old Testament. When we try to improve our personality by following laws, we don't change our existence, but we change our outer being, outer appearance. മനസ്സിലായി ചിന്തിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോ കാണാം തൊട്ടടുക്കൽ ഇതാ ഇത് ലയന്റെ രൂപം ഇടുകയല്ല, ഒറിജിനൽ ലയണും അതിന്റെ കുട്ടിയെയും കാണാം. ശ്രദ്ധിച്ചേ, അതൊരു ഈ ഇനത്തിൽപ്പെട്ടതല്ല, അത് വേറൊരു സൃഷ്ടിയാണ്. ആ സൃഷ്ടി, ആ കൊച്ച്, ആ സിംഹത്തിന്റെ കുഞ്ഞ് വളർന്നു വന്നാൽ എന്റെ മോനെ മോളെ, അതിന് സിംഹമായിട്ട് അഭിനയിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കാരണം അതിന്റെ ബീജത്തിൽ തന്നെ, അത് വളർന്നു തുടങ്ങിയ ബീജത്തിൽ തന്നെ ആ തള്ള സിംഹത്തിന്റെ അല്ലെങ്കിൽ അപ്പൻ സിംഹത്തിന്റെ എല്ലാ സ്വഭാവവും അതിൽ കൺസീൽഡ് ആണ്. ഇതേപോലെയാണ് പുതിയ സൃഷ്ടിയിൽ നമ്മളുടെ എക്സിസ്റ്റൻസ് മാറുകയാണ്. നമ്മൾ ദൈവത്തിന്റെ വിത്തിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം ഒന്ന് വളർന്നാൽ മതി. ആത്മാവിൽ, ജഡത്തിലല്ല, ആത്മാവിൽ ഒന്ന് വളർന്നാൽ മതി. നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവപുത്രൻ വെളിപ്പെടും. ആ നേച്ചർ, ആ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് മനസ്സിലാവുന്നത് കാണാം. Dear brothers, please see the new image that I have added as comparison to the old image. The new image is that of an actual land. You can see the complete different. It is an entirely different kind of and beside that land you can see its cup. And for this cup, do you think this cup needs to learn how to be a lion, learn how to act like a lion, like this child participating in a fancy dress competition? No, it does not need to be taught how to act like a lion. Its nature is ingrained into it right from the time it was a sperm. All it needs to do is grow, and it will automatically reveal the nature of the lion. So in the same way, when we are born again, we also have the divine nature of Jesus already in the seed of Jesus, already as a seed in us. And we just need to grow in our spirit so that the divine nature of our Lord Jesus is revealed through us. Hallelujah. സന്തോഷമുണ്ടോ? അങ്ങനെയെങ്കിൽ ആ അപ്പന്, ആ അപ്പൻ സിംഹത്തിനും മോൻ സിംഹത്തോട് എന്തായിരിക്കും പറയാനുണ്ടാവുക ഓരോ രാജ അടുത്ത് വരുമ്പോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയായിരിക്കും: എടാ മോൻ സിംഹമേ, നീ എന്തുവാടാ അങ്ങനെ ഇങ്ങോട്ട് ഓടി നടക്കണേ? ആകയാൽ പ്രിയ മോൻ സിംഹം എന്നതുപോലെ എന്നെ അനുകരിപ്പേ, ഞാൻ ഗർജിക്കുന്നത് പോലെ നീയും ഗർജിപ്പേ. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൻ. Dear brothers, are you happy hearing that? Can you imagine what the daddy's lion has to say to his cub when every time that cub comes nearby? What I imagine is that the daddy lion says, just try to imitate me, just try to roar. Why are you running around? Just try to roar like I do. I roar. So in the same way, the Bible says to us, try to imitate God just like a children imitates its father. ഇതാണ് എഫേസ്യർ 5:1 പറയുന്നത്. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൻ. ദൈവമായി അനുകരിക്കാനല്ല പറഞ്ഞേ, അത്യുന്നതനായ ദൈവമായി അനുകരിക്കാനല്ല പറഞ്ഞേ, പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൻ. യേശുവെ പോലെ ഞാനും നിങ്ങളും ആയിത്തീരണം. നമുക്ക് രൂപം മാറണ്ടേ? കണ്ണ്
ഇമിക്കുന്നതിനിടയിൽ നാം ഓരോരുത്തരും രൂപത്തിന്, ജഡരൂപത്തിൽ നിന്ന് ആത്മരൂപത്തിലേക്ക്, ദൈവപുത്രനായ ക്രിസ്തുവിന്റെ രൂപത്തിലേക്ക് അന്തരം സംഭവിക്കും. നാം അവനെ, ക്രിസ്തുവെ, താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകിയ നാം ക്രിസ്തുവോട് അനുരൂപമായി തീരും. റെഡി ടു ചേഞ്ച് യുവർ ഫോം. ഹല്ലേലൂയ. രൂപം മാറുവാൻ തയ്യാറാവുക. അതിന്റെ മാതൃക യേശു കർത്താവാണ്. ആത്മരൂപത്തിൽ, ദൈവരൂപത്തിലിരുന്ന ക്രിസ്തു ആ രൂപത്തിൽ നിന്ന് ജഡരൂപത്തിലേക്ക് വന്നു. ജഡരൂപത്തിൽ നമ്മൾ കുടുങ്ങിക്കിടന്ന നമ്മളെ ജഡത്തിൽ നിന്ന് വിടുവിച്ചു. എന്തിനാണ്? നാം ഓരോരുത്തരും ആത്മാവാവുന്ന ആ പിതാവിന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാ ക്രിയകളും ചെയ്ത് പൂർത്തിയാക്കി യേശു നമ്മളോട് പറഞ്ഞു, ഫോളോ മീ, അനുഗമിക്കുക. ഇനി നാം യേശുവിനെ അനുഗമിച്ച് അതേ രൂപത്തിലേക്ക് കടന്നു വരണം. യേശു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുകമേറ്റി എന്നോട് പഠിക്കുക, എങ്കിൽ നിങ്ങളുടെ ദേഹിക്ക് ആശ്വാസം കിട്ടും. അതുകൊണ്ട് നമുക്ക് ആ യേശുവെ അനുഗമിക്കാം, രൂപം മാറുവാൻ തയ്യാറാകാം. നമ്മുടെ ലീഡറായ ക്രിസ്തു രൂപം മാറിയതും. Therefore, be imitators of God as beloved children. It says we should be imitators of God as his children, not try to be the most high God, but to be imitators of God as his beloved children. As 1 John 1:3 says, we will all be transformed to be like our Lord Jesus. So we should all be prepared to be transformed like our Lord Jesus. Remember the example that Jesus has shown us. He initially he was in the form of God. He emptied himself to be in the form of flesh, so that he can free us from our flesh, from this form of flesh, so that we can be transformed to be like him, like our Lord Jesus when he comes back. So be imitators of God and be prepared for the transformation. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനം 15 നന്നായിട്ട് വായിക്കണം കേട്ടോ. അത് രൂപം മാറുന്ന, ഞാൻ ആ ചാപ്റ്ററിന് ഒരു ഹെഡിങ് ഇട്ടേക്കുന്നത്, അതായത് ഫോം മാറ്റുന്ന ചാപ്റ്റർ എന്നാണ്. ഫോം മാറ്റുന്നതിനെ കുറിച്ച് ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ധാരാളമായിട്ട് പഠിക്കുക. നമ്മൾ രൂപം മാറുവാൻ ക്രിസ്തുയേശുവിനാൽ, ദൈവാത്മാവിനാൽ ഒരുക്കപ്പെടുക, തയ്യാറാകുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയാൻ പറ്റും? എത്ര പേർക്ക്? അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞേ. കർത്താവേ, അങ്ങ് എന്നോട് സംസാരിച്ചതിനായി ഞാൻ അങ്ങ് ഗ്ലോറി. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ട്, എൻ്റെ അപ്പ, അങ്ങയുടെ സത്യത്തിന്റെ ആഴങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേന്ന് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചാട്ടെ. ആ ദർശനത്തിലേക്ക് നമ്മൾ യാത്രയാവുക. Dear brothers, as I said, be prepared to change our form. Please read 1 Corinthians chapter 15 again and again. I call this the chapter of changing forms, because it has many verses about how our forms will be changed. So all of us be prepared to be changed in form. Dear brothers, how many of you understood the verses that we have taught here? How many of you were spoken to by God? Pray to God that you will understand it further, and pray to God that you will be prepared to transform. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങേക്ക് ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ പുത്രനായ ക്രിസ്തുവെ പോലെ ആക്കണമെന്നും, ക്രിസ്തുവിന്റെ കൂട്ടു സഹോദരങ്ങൾ ആക്കണമെന്നും, ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ ആക്കണമെന്നും ഉള്ളതാണ് എന്ന് ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങൾ കാണുന്നു. എന്നാൽ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. ഞങ്ങൾ ക്രിസ്തുവിന് അനുരൂപമാകും എന്നൊക്കെ ചിന്തിക്കുവാൻ ഞങ്ങളുടെ കഴിഞ്ഞകാല വിശ്വാസത്തിന്റെ വേരുകൾ ഞങ്ങളെ സമ്മതിക്കുന്നില്ല.
ഞങ്ങൾ ജഡരൂപികളായ മനുഷ്യരാണെന്നും ഞങ്ങളുടെ ഫോം ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല എന്നും ഞങ്ങൾ ക്രിസ്ത്വാനുരൂപന്മാരായി തീരത്തില്ല എന്നും ഞങ്ങളുടെ സ്വയം വാശി പിടിക്കുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും നിരൂപിച്ചിട്ടില്ല. അന്മീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്രമാത്രം വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം അങ്ങനെയാണ് താനും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകിയ നാം ക്രിസ്തുവോട് സദൃശ്യരാകും എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തന്നെ ഒന്ന് ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ച മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ, വേരുകൾ വർദ്ധിപ്പാനധികാകെ നിങ്ങളുടെ വചനം ഞങ്ങളോട് പറഞ്ഞതുപോലെ ഈ പ്രത്യാശയുള്ളവർ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിപ്പാൻ പ്രിയ കുഞ്ഞുങ്ങളെ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യും. കേട്ട വചനം ദൈവം നമ്മളെ കുറിച്ച് ഒരു കാരണഭൂതനും ഒരു മുഖാന്തരവും, കാരണഭൂതനും മുഖാന്തരത്തിലൂടെ ജനിച്ച മക്കളും, ഒരു പിതാവും ഒരു മാതാവും, പിതാവിനും മാതാവിലൂടെ ജനിച്ച മക്കളും എന്നതുപോലെ സ്വർഗീയ പിതാവിന് ക്രിസ്തുവിലൂടെ ജനിച്ച മക്കളായി ഒരു കുടുംബമായി തീരുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, ഈ വചനത്തിന്റെ ആഴങ്ങൾ കൂടുതലായി എനിക്ക് മനസ്സിലാക്കി തരൂ. എന്നെ അങ്ങ് സഹായിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങൾ ഇതിന്റെ ആഴങ്ങൾ വർദ്ധിപ്പാൻ, അങ്ങനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഇപ്പോൾ ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്നവർ മാത്രമല്ല, ഇനിയും തുടർന്ന് കേൾക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആത്മീയ കണ്ണുകളെ അങ്ങ് തുറക്കാൻ, വചനത്തെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കണം. ലോകസ്ഥാപനത്തിനു മുമ്പ് ഞങ്ങളുടെ തേജസ്സിനായി അങ്ങ് മുൻ ഒരുക്കിയിരിക്കുന്നതും സ്വർഗവാസികൾക്കും ഭൂമിയിലുള്ളവർക്കും പിശാചികൾക്കും മനസ്സിലാകാത്ത ഈ കാര്യം, ദൂതന്മാർ പോലും സഭ മുഖാന്തരത വെളിപ്പെടുമ്പോൾ എത്തി നോക്കുന്ന ഈ കാര്യം ഞങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കാം. ഇവരുടെ സകല താൽക്കാലികമായ ഈ ഭൗതിക ശരീരത്തിലുള്ള എല്ലാ വിഷയങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. പ്രിയ പിതാവേ, അതിനുവേണ്ടതെല്ലാം അങ്ങ് ഒരുക്കി കഴിഞ്ഞതിനായി നന്ദി. ക്രിസ്തയേശുവിൽ ഞങ്ങൾക്ക് ജീവിക്കുവാനും ഭക്തിക്കും വേണ്ടിയുള്ള എല്ലാം ഒരുക്കിയതിരിക്കാൻ നന്ദി. അത് ഞങ്ങൾക്ക് തരുന്നതിനായി നന്ദി. ഈ ജനത്തിന്റെ മേൽ സകല ആവശ്യങ്ങളുടെ മേലും മഞ്ഞും മഴയും അയക്കപ്പെട്ടിട്ടെ ദൈവത്താൽ. യേസ് അപ്പാ, ഈ മക്കളുടെ മേൽ അങ്ങാൽ ഇപ്പോൾ റിലീസ് ചെയ്യപ്പെടുന്നതിനായി നന്ദി. ഈ മക്കളെ അതിനായി അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളും ക്രിസ്തയേശുവിൽ ഇതാ ദൈവം നടത്തി തരുന്നതിനായി നന്ദി. അതിനായി നിങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ മേഖലയിലും നിങ്ങൾ സൗഖ്യമുള്ളവരാകട്ടെ, തൃപ്തിയുള്ളവരാകട്ടെ, സമൃദ്ധിയുള്ളവരാകട്ടെ. അനേകർക്ക് അതൊരു അനുഗ്രഹമായി തീരും. ജനത്തെ ഏവരെയും ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിക്കും. പിതാവേ, നാളത്തെ സഭായോഗത്തെ ഞങ്ങളുടെ കരങ്ങളിൽ വെച്ചത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അങ്ങിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ ഏവരെ കൂടി വന്ന ട്യൂൺ ചെയ്ത് എല്ലാവരെയും ഏൽപ്പിക്കും. എല്ലാവരും അങ്ങ് അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹം അങ്ങയുടെ കുടുംബത്തിൽ എത്തിച്ചേരുവാൻ സഹായിക്കും. സർവ്വമഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. നന്ദിയുടെ ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവം കൂടുതലായി തന്റെ വചനങ്ങളെ നൽകി ക്രിസ്താനിലാക്കി കൊണ്ടുവരാനായിട്ട് ഇടയാകും. അതിനായി ദൈവം അവരെ സഹായിക്കട്ടെ. ട്യൂൺ ചെയ്ത് എല്ലാവരോടുള്ള നന്ദി അറിയുകയാണ്. നാളെ സഭായോഗത്തിൽ നമുക്ക് പരസ്പരം കാണാമെന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ നാളെ വൈകിട്ടത്തെ 7 മണിയുടെ ആ സ്പെഷ്യൽ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. എല്ലാവരും അതിൽ ഗോസ്പൽ ടിവിയിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂട്യൂബിൽ കിട്ടും. അല്ല എങ്കിൽ അതിന്റെ ഫേസ്ബുക്ക് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ സന്തോഷ് പാസ്റ്ററെ കോൺടാക്ട് ചെയ്യുന്നുവെങ്കിൽ ഫേസ്ബുക്ക് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് ശ്രമിക്കാവുന്നതാണ്.
കർത്താവിന്റെ ആ പ്രവൃത്തികൾക്കായി ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തരുന്ന ആ സാക്ഷ്യവചനങ്ങൾ നിങ്ങൾക്ക് താഴെ എഴുതി നിങ്ങളുടെ സുവിശേഷീകരണ പ്രവൃത്തിയിൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെ ജനുവരി എൻഡ് 29, 30, 31 തീയതികളിൽ സ്പെഷ്യൽ മീറ്റിംഗ്, ഹൈ ലെവൽ കോൺഫറൻസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അതിൽ കടന്നു വരുവാൻ തയ്യാറാണെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഞങ്ങൾ സൂമിൽ കംഫർട്ടായിട്ട് ഇരുന്നുകൊണ്ട് ഞങ്ങളത് ശ്രദ്ധിച്ചുകൊള്ളാം എന്നുള്ള മനോഭാവം വിട്ടിട്ട് നിങ്ങൾ കടന്നു വന്ന് ഒരുമിച്ച് ക്രിസ്തുയേശുവിൽ നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കാമെന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് കടന്നു വരിക. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു.